ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ ഫ്രം ഷമാസ് അക്കാഡമി പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ യൂണിറ്റ് 2 മെർമൈഡിൻ്റെ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ടിവിറ്റി 6 പോകാം. റീറൈറ്റ് ദ സെൻറ്റൻസ് ഇൻ ദ ഗിവൺ ഫോർമാറ്റ്. എ മെർമൈഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ. അതിൻ്റെ തൊട്ട് താഴത്ത് എ മെർമൈഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ. അവിടെ എന്താ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? മേളിലെ സെൻറ്റൻസിനകത്ത് അപ്പിയേഴ്സ് എന്നും താഴത്തിനകത്ത് അപ്പിയേർഡ് എന്നാണല്ലേ. ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പ്രത്യക്ഷപ്പെടുന്നു, ഒന്ന് പ്രത്യക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ ഈ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് എന്തായിരിക്കും? പെടുവായിരുന്നു, പെട്ടുകൊണ്ടിരിക്കുക അല്ലേ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലോ, അത് നേരത്തെ പെട്ടു, കുറച്ച് മുമ്പ് പെട്ടു കഴിഞ്ഞു അല്ലേ, ഇച്ചിരി കഴിഞ്ഞു പോയ കാര്യമാണ്. അതാണ് ഇവിടെ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ കുറച്ച് സെൻറ്റൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസിൽ നമ്മൾ കുറച്ച് വേർഡ്സ് ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ നമ്മൾ നടന്ന് കഴിഞ്ഞ കാര്യമായിട്ട്, ജസ്റ്റ് മുമ്പ് നടന്നു കഴിഞ്ഞ കാര്യമായിട്ട് മാറ്റണം. അപ്പോൾ ടീച്ചർ വായിക്കാം. ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ഇവിടെ എന്താണ് നമ്മൾ മാറ്റേണ്ടത്? ജെല്ലി ഫിഷ് മാറ്റണ്ട, വേണ്ടല്ലോ, ജെല്ലി ഫിഷ് മാറ്റണ്ട. പിന്നെയോ ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ് മാറ്റണ്ട അല്ലേ. ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ് എന്ന് വെച്ചാൽ മിന്നുന്ന വെട്ടം, ലൈറ്റ്സ്. അതുപോലെ ഈ ബ്രിങ്സ്, എന്താണ് ബ്രിങ്സ് എന്ന് പറഞ്ഞാൽ? കൊണ്ടുവരിക അല്ലേ. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുന്നതിനാണ് ബ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ബ്രോട്ട്, BROUGHT, ബ്രോട്ടാണ് കേട്ടോ. കൊണ്ടുവന്നു അല്ലേ, നേരത്തെ കൊണ്ടുവന്നു, കുറച്ച് മുമ്പ് കൊണ്ടുവന്നു. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. ദ വെയിൽസ് കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. വെയിൽ എന്താണ്? വരുന്നു അല്ലേ, വരുവാണ്. എന്തുകൊണ്ട്? ജിംഗ്ലിംഗ് ബാംഗിൾസ് കൊണ്ട് അല്ലേ, കുലുങ്ങുന്നൊക്കെ വള കൊണ്ട് ഇങ്ങനെ വരുവാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക അല്ലേ, വരിക. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ വന്നു അല്ലേ, കുറച്ച് മുമ്പ് വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ കമ്മങ്ങെടുത്ത് പള്ളയെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചേർക്കണം? CAME, കെയും ചേർക്കണം അല്ലേ. വന്നു. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. വെയിൽസ് ജിംഗ്ലിംഗ് ബാംഗിൾസ് കൊണ്ട് വന്നു, നേരത്തെ വന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ. ദ ഡോൾഫിൻസ് ക്യാരി ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. അവിടെ എന്താണ്? ക്യാരി അല്ലേ. ക്യാരി എന്ന് പറഞ്ഞാൽ എന്താ? എടുക്കുന്നു, ചുമക്കുന്നു. ചുമക്കുന്നതല്ല കേട്ടോ, ചുമക്കുന്നു അല്ലേ. ഒരു സാധനം പുറത്ത് കയറ്റി ചുമക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ചുമക്കുന്നു. ഇതെല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഇപ്പം എന്താണ് നടക്കുന്നത്? അതാണത്. ഇനി നമ്മൾ നടന്നു കഴിഞ്ഞു അല്ലേ, ചുമന്നു, എടുത്ു അല്ലേ. അപ്പം നമ്മൾ എന്ത് ചേർക്കും? ഈ ക്യാരിക്ക് പകരം നമ്മൾ ക്യാരീഡ്, CARRIED, ക്യാരീഡ്. ദ ഡോൾഫിൻ ക്യാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. വ്യത്യാസം മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, ജൂലിയ സ്മൈൽസ്. അവിടെ നമുക്ക് ജൂലിയ മാറ്റാൻ പറ്റില്ല, പക്ഷേ ചെയ്ത ഒരു വെർബ് അല്ലേ. ഇത് ഗ്രാമർ പോർഷനാണ് കേട്ടോ. വെർബ് സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക, ചിരിക്കുക, പുഞ്ചിരിക്കുക അല്ലേ. പുഞ്ചിരിക്കുന്നു, സ്മൈൽസ്, പുഞ്ചിരിക്കുന്നു. പുഞ്ചിരിച്ചു എന്നാക്കണമെങ്കിലോ സ്മൈൽഡ്, SMILED, സ്മൈൽഡ്. അപ്പോൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് പോകാം. ദ പാർട്ടി ബിഗിൻസ്. പാർട്ടി എന്തായിരുന്നു? ആരംഭിക്കുന്നു അല്ലേ, തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരംഭിച്ചു എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടീച്ചർ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു, ബിഗിനും ബിഗാനും. അപ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ ബിഗിൻ മാറ്റിയിട്ട് ബിഗാൻ എടുക്കും അല്ലേ. BEGAN, ബിഗാൻ. ദ പാർട്ടി ബിഗാൻ. ഓക്കെ, പാർട്ടി ആരംഭിച്ചു. ഇനി ടീച്ചർ ഇത് റൈറ്റ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ പറയുന്ന വോയിസ് ക്ലിയർ അല്ല എങ്കിൽ എഴുതിയെടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവരും നോക്കി എഴുതിയെടുത്തോ കേട്ടോ. ഇതുപോലത്തെ മോഡൽ ടീച്ചർ ഒരെണ്ണം കൊടുത്തേക്കാം കേട്ടോ.
അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഈ വീഡിയോ ലാസ്റ്റ് കൊടുത്തേക്കാം, ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എക്സാമിന് വരുവാണെങ്കിൽ തന്നെ ഗ്രാമർ പോർഷനിൽ നിന്ന് എക്സാമിന് നിങ്ങൾക്ക് വരുവാണെങ്കിൽ തന്നെ ഒന്ന് പ്രാക്ടീസ് ആവും. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ്. അല്ലേ, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫിഷിൻ്റെ പടം കൊടുത്തേക്കുന്നുണ്ടോ? അതിന് താഴത്ത് എ ഫിഷ്, ഒരു ഫിഷ് അല്ലേ. അതിന് തൊട്ട് ഇപ്പുറത്ത് നീങ്ങിയിട്ടാ 3 ഫിഷ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേരെന്താ? എ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് വെച്ചാൽ സ്കൂളിൽ ഫിഷ് ഉണ്ടെന്നാണോ? അല്ല, ഫിഷുകളുടെ ഒരു കൂട്ടത്തിനെയാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഫിഷുകളുടെ ഒരു കൂട്ടത്തിനെയാണ് സ്കൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് താഴെ ബനാന കൊടുത്തിട്ട് നോക്കി. ബനാന, എ ബനാന. ഇപ്പുറത്തോ എ ബഞ്ച് ഓഫ് ബനാനാസ്. ഒരു കുല അല്ലേ, ഒരു വലിയ വാഴക്കൊലയ്ക്കകത്തെ ഒരു സെറ്റ് വാഴക്കൊല, ഒരു ചെറിയ കൂട്ടം വാഴക്കൊലയ്ക്കകത്ത് ബഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ആ വാഴക്കൊലകൾ അല്ലേ, വാഴക്കായുടെ കൂട്ടത്തിനെയാണ് എന്ത് പറയണത്? ബഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ ഫ്രൂട്ട്സിൻ്റെ നമ്മുടെ ഗ്രേപ്പില്ലേ, ഗ്രേപ്പിനും അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. അത് ടീച്ചർ ലാസ്റ്റ് ഇതിൻ്റെ ഒരു സാധനം കൊടുത്തേക്കാം. അപ്പോൾ 2 ആക്ടിവിറ്റിയുടെയും ഒരു വർക്ക് ഷീറ്റ് കൊടുത്തേക്കാം, അതൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇതിന് താഴത്ത് നോക്കിക്കേ, എ ഡോഗ്, ഒരു നായ. അതിനിപ്പുറത്തോ എ പാക്ക് ഓഫ് ഡോഗ്സ് അല്ലേ, ഒരു നായ്ക്കൂട്ടം അല്ലേ. പാക്ക് ഓഫ് ഡോഗ്സ്, നായ്ക്കളുടെ ഒരു കൂട്ടത്തിനെയാണ് പാക്ക് എന്ന് പറയുന്നത്. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ. നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. കൺഫേം ആയിട്ട് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും എക്സാമിന്. അപ്പോൾ ഈ സാധനം, ഈ മെയിലിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി 6 മേ ബി അത് വരാൻ ചാൻസ് കുറവാണ്, എന്നാലും പ്രതീക്ഷിക്കാം. എന്നാൽ ഈ ആക്ടിവിറ്റി 7 കൺഫേം ആയിട്ട് വരും. അപ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് എല്ലാ ഐറ്റംസിൻ്റെയും, അതായത് നമ്മൾ ഓരോന്നിനും ഓരോ പേരാണ് കേട്ടോ. ഉറുമ്പിൻ്റെ കൂട്ടത്തിന് വേറെ പേരാണ്, കുരങ്ങിൻ്റെ കൂട്ടത്തിന് വേറെ പേരാണ്, കുതിരയുടെ കൂട്ടത്തിന് വേറെ പേരാണ്. അപ്പോൾ ഇങ്ങനെ പേരുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് കൊച്ചു പിള്ളേരായത് കാരണം ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ, പഠിപ്പിച്ചേ വരത്തുള്ളൂ. അതുപോലെ ടീച്ചേഴ്സ് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും, മീൻസ് കാരണം അറിയില്ലാത്ത വേർഡ്സ് ആണ് കൊടുക്കുന്നത് എങ്കിൽ, എക്സാം ബോർഡ് കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ മലയാളം മീനിങ് ടീച്ചർ വായിച്ചു തരും. അപ്പോൾ എഴുതാൻ ഭയങ്കര എളുപ്പമായിരിക്കും കുട്ടികൾക്ക്. അത്യാവശ്യം ഒന്ന് മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ, ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, കുറേ കുട്ടികൾ ഇങ്ങനെ ബോളും പിടിച്ച് നിൽക്കുകയാണല്ലേ. അവരുടെ കൂട്ടത്തിൽ നമ്മൾ എന്തെന്നാ പറയണത്? എ ഡാഷ് ഓഫ് പ്ലെയേഴ്സ് അല്ലേ. അവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ടല്ലേ, ഹേർഡ്, ടീം, ബഞ്ച്, ബ്രാക്കറ്റിൽ കൊടുത്തേക്കുക. അപ്പോൾ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സെലക്ട് ചെയ്ത് അവിടെ എഴുതണം, ബ്രാക്കറ്റ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഒരു ടീം അല്ലേ, ഒരു ടീമാണത് അല്ലേ, ഒരു കളിക്കാരെന്ന് പറയുന്ന ടീമാണ്. നമ്മൾ ഫുട്ബോൾ ടീം, ക്രിക്കറ്റ് ടീം, വോളിബോൾ ടീം, അങ്ങനെയുള്ള ടീമായിട്ട് തിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ അവർ ടീമാണ് ഇവർ ടീമാണെന്നൊക്കെ ഇപ്പോൾ പറയൂ അല്ലേ, ഓരോ ഗെയിമിനകത്ത്. അപ്പോൾ അവിടെ ടീമാണ് വരുന്നത് കേട്ടോ, TEAM, ടീം. ദെൻ ഒരു പറ്റം ഷീപ്പ് അല്ലേ, എന്താണത്? ഷീപ്പ്, ചെമ്മരിയാട്. ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തെന്നാ പറയണത്? ഹേർഡ് ഓഫ് ഷീപ്പ്. എ ഹേർഡ് ഓഫ് ഷീപ്പ് എന്ന് വെച്ചാൽ ആട്ടിൻ കൂട്ടം അല്ലേ. ഒരുപാട് ആടുകളെ എല്ലാം ചേർത്ത് പറയുന്നതാണ് ഹേർഡ് ഓഫ് ഷീപ്പ്. ഇനി നെക്സ്റ്റ് താഴത്തെ ലാസ്റ്റ്, എ ബഞ്ച് ഓഫ് കീസ്. എ ബഞ്ച് ഓഫ് കീസ്, താക്കോൽ കൂട്ടം. ഇനി ടീച്ചർ ഇത് എഴുതി കൊടുക്കാം കേട്ടോ. അതുപോലെ ഇതിന് ഗ്രാമറിൽ കളക്റ്റീവ് നൗൺസ് എന്ന് പറയും കേട്ടോ. അതായത് ഓരോന്ന് കളക്ട് ചെയ്ത് നമ്മളതിന് കൂട്ടാക്കുമല്ലേ. അങ്ങനെയുള്ള പേരുകൾ നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് വിളിക്കും. നൗൺ എന്ന് പറഞ്ഞാൽ പേര്, നാമം. അപ്പോൾ കളക്റ്റീവ് നൗൺസ് ഗ്രാമറിൽ പോയ കണ്ട പോർഷൻ അതാണ്. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റി ടീച്ചർ 2 ആക്ടിവിറ്റിക്കകത്തു നിന്നും ഓരോ വർക്ക്ഷീറ്റ് കൊടുത്തേക്കാം, അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം. ബൈ ബൈ. എല്ലാവരും ഈ വർക്കുകൾ നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ കമൻ്റായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ടീച്ചർ ആൻസർ കീ എല്ലാവർക്കും അയച്ചു തരുന്നതാണേ.